മിസ്റ്റർ ആൻഡ് മിസ്സസ് എൽ യു, അതായത് മിസ്റ്റർ എൽ ലോവർ ബർത്ത്, മിസ്സസ് അപ്പർ ബർത്ത്. മാറിക്കിടക്കാൻ പാടണമെന്ന് അറിയില്ല, പക്ഷെ ടി ടിയോട് ഞാൻ പറഞ്ഞോളാം മിസ്സസിന് അപ്പർ ബർത്തിൽ കയറാൻ ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നല്ലോ ഞാൻ. സാർ വാതിലടയ്ക്കുന്നില്ലേ? വണ്ടിയിലിപ്പോ കള്ളന്മാരുടെ ശല്യം നല്ല പോലെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ലൈറ്റ് അണയ്ക്കുന്നില്ലല്ലോ. വീട്ടിലായാലും ഞങ്ങൾ അങ്ങനെയാ. വല്ലതും പോയിട്ട് പിന്നെ ചോദിക്കാൻ വരരുത്. ഹലോ, ഇങ്ങനെ കൂർക്കം വലിച്ച മനുഷ്യൻ ഉറങ്ങണ്ടേ? സോറി സോറി സോറി, എന്റെ കുഴപ്പം ഇതാ. കണ്ണടച്ച ഭയങ്കര കൂർക്കം വലിയാണെന്ന് എല്ലാരും പറയാറുണ്ട്. കുട്ടി കിടന്നോളൂ, ഇനി ഉണ്ടാവില്ല. എത്തിയോ? അപ്പോഴേ ഞാൻ ചോദിക്കാൻ മറന്നു, പേര് പറഞ്ഞില്ല. അതെ, പറഞ്ഞില്ല. അല്ല, അത് ജോറായി. എന്റെ ഊഹ എങ്ങനെയുണ്ട്? നീ ഈ വണ്ടിക്ക് തന്നെ വരൂന്നുള്ള എന്റെ ഊഹ എങ്ങനെയുണ്ടെന്ന് പറ. ഊഹം തിരക്കിടുന്നില്ല. കുളിമുറിൽ വീണ അമ്മ സുഖമായിട്ടിരിക്കണ്ടല്ലോ അല്ലേ? അതെ, അമ്മ കുളിമുറിയിൽ വീണെന്നുള്ള സത്യം തന്നെയാ, പക്ഷെ വലിയ പരിക്കുകളൊന്നുമില്ല. അറിയാം, നിന്നെ കാണാൻ തോന്നുമ്പോ അമ്മ അപ്പ കുളിമുറിൽ വീഴും. അത് അമ്മേരൊരടവ്. ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, എന്തുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് ഇവിടെ നിന്റെ കൂടെ വന്ന് താമസിച്ചൂടാ? കോഴികളാര് നോക്കും, പൂച്ചക്കാര് ഫുഡ് കൊടുക്കും, പശുവിനാര് പിണ്ണാക്ക് കൊടുക്കും, ഇതൊക്കെയല്ലേ അമ്മ ചോദിക്കുന്നത്? എല്ലാം ഇറ്റ് തൊലയ്ക്കാൻ പറയടാ, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ റെയിൽവേ ടിക്കറ്റ് എടുത്ത് തീരുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടാ? എന്നാ വണ്ടി വിട്, വണ്ടി വിട്. അല്ല, ഇതെങ്ങനെ ഇപ്പൊ ഫ്രീ ആയി? ഡ്രൈവിംഗ് സ്കൂൾ അടച്ചു പൂട്ടിയോ? ഞാൻ നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയില്ലടാ. ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സ്റ്റുഡന്റിന് ഇനി 11 മണിക്ക് ക്ലാസ് ഉണ്ട്. അതുവരെ ഈ കാറ് ഫ്രീയാ. ആ കാറിൽ നിന്നെ ഫ്ലാറ്റിൽ വിട്ടാ അത്രയും വാടക എനിക്ക് കിട്ടൂലോ. അത് ശരി, നസ്രാനിയുടെ ബുദ്ധി കൊള്ളാം. എനിക്ക് കാറ് വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചു പോകണം. എനിക്ക് ഓട്ടോ കാശ് എന്നാ മയിന്ന് വാ. ആ രാമു, 2 ദിവസം മുമ്പ് ഒരു 70കാരൻ പയ്യനെ എനിക്ക് സ്റ്റുഡന്റ് ആയിട്ട് കിട്ടി. 70കാരൻ? ആ, അയാൾക്ക് വയസ്സുകാലത്ത് ഭാര്യയെ സൈഡിലിരുത്തി സ്വന്തമായി കാർ ഓടിച്ച് ഭാര്യ വീട്ടിൽ പോകണം. പെൻഷൻ ആയപ്പോഴാണ് കാർ മേടിക്കാൻ പറ്റിയത്. ഈ വയസ്സിൽ ഇനി അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമോ? അതെന്തിനാ ഞാൻ അറിയണേ? എന്റെ ജോലി ഡ്രൈവിംഗ് പഠിപ്പിക്കില്ല. ഞാൻ നല്ല പീസ് വാങ്ങും. ഒരു 5-6 കൊല്ലെങ്കിലും അയാളെ പഠിപ്പിക്കേണ്ടി വരും. മൂപ്പരുണ്ടല്ലോ, ക്ലച്ച് അമർത്താൻ പറഞ്ഞാൽ ലൈറ്റ് ഇടും, ഗീർ മാറ്റാൻ പറഞ്ഞാൽ ബ്രേക്ക് കിട്ടും. എങ്കിലും 6 കൊല്ലം പോരാ. അതെ, അയാൾ ഉടനെ ചാവല്ലേന്നാണ് എന്റെ പ്രാർത്ഥന. നീ കേറിയേ. രാമാനുജന്റെ കൈപ്പുണ്യമുള്ള കൈകൊണ്ട് തകർപ്പൻ ചായ കുടിക്കാൻ മോഹം ഉണ്ടെങ്കിൽ മേളിലോട്ട് പോവാ. എനിക്ക് ചിന്താതിരിപ്പേട്ടയിൽ ഒരു പഴയ കാറ് നോക്കാനുണ്ട്. കൈപ്പുണ്യമുള്ള കൈ കൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാശില്ലേ, അതിങ്ങനെ തന്നെ. ഓ,
എന്റെ ആ കാശ് ഞാൻ പിന്നെ തരാം. ആ. ഇപ്പൊ കയ്യിലുള്ളതൊക്കെ 1000ന്റെ നോട്ടാ. അതെ ആ ഏ കീര കീര കീരേമാ മുളക്കീര सिरकीरा कीरा कीरे अरे वो कीरा शरणा बहन என்ன கீரை வேணும் हाँ। मुळकीरा चाहिए कितने का है कट 2 रुपया मा अयो कल तो चीप रेट में बेच रही थी आज तो इतनी महंगा ഹലോ ராமு ആ? என்ன சீக்கிரம் வந்துட்டே அம்மா பாத்ரூம்ல வழிக்க வெளியா വിഴുந்தாച്ച് പാട്ടി ആന ഒന്നും ആകല്ലേ. അതമർത്തിയിട്ട് കാര്യമില്ല സാർ. ശനിയാഴ്ച ലിഫ്റ്റ് ശരിയാക്കുന്ന അസോസിയേഷൻ സെക്രട്ടറി വാക്ക് തന്നിരുന്ന. എന്താ ശനിയാഴ്ചയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇത് ഒരു കാലത്തും വർക്ക് ചെയ്യുന്ന മട്ടില്ലേ? വർക്ക് ചെയ്യും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മുടിയുമ്പോ വർക്ക് ചെയ്യും. ആ ആ, ആ. ആ പിന്നെ രാമു സാർ, ഓ അന്ത പടം പോച്ചു സാർ. എന്താ പടം? ഒരു മലയാള പടത്തിൽ നടിക്കാൻ എനിക്ക് ചാൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ. അത് പോയി എല്ലാം ശരിപ്പെട്ട് വന്നതാ. ഡയറക്ടർ സാറെ എന്റെ പേര് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു TK നമ്പ്യാർ. അയാളുടെ മുഖം കറുത്തു. മൂപ്പർക്ക് അങ്ങോട്ട് രസിച്ചില്ല തോന്നുന്നു. ഓ. നമുക്ക് യോഗില്ലാന്ന് കരുതിയാ മതി. ഓടയിൽ നിന്ന പടത്തിൽ സത്യഭാഷ ഓടയിൽ നിന്നുള്ള പടത്തിലെ സത്യമാസം നമ്പ്യാരകന് ബീഡി മേടിച്ച് വലിച്ച കഥയല്ലേ? ആമാ. അത് നമ്മൾ എത്ര പ്രാവശ്യം സംസാരിച്ചിരിക്കണു. അപ്പടിയാ? ആ സത്യമാസം ഒരു പ്രാവശ്യം കൂടി ബീഡി വലിച്ചാൽ ഞാൻ ഓഫീസിൽ പോകാൻ വൈകും. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ಮಡ್ರಾಸ್ ಅಲ್ಲಿ ನೀರಿನ ಪ್ರಾಬ್ಲಮ್ ಎಲ್ಲಾ ಕಡೆನೂ ಇದೆ. ಈಗ ನಮ್ ಫ್ಲಾಟ್ ಅಲ್ಲಿ ಮಾತ್ರ ಅಲ್ಲ. ಮಿಸ್ಟರ್ ರಾಮು, हाँ? ಕಮಿಂಗ್ संडे वी हैव अ मीटिंग. ഓക്കെ हाय ഹായ്. सरदार जी, क्या संडे को एसोसिएशन का मीटिंग है, जरूर आना. मीटिंग? ओ मैडम पहले लिफ्ट तो ठीक कराओ, फिर मीटिंग वीटिंग का सोचेंगे. मेरा तो दिमाग खराब What is करता है. this? Everybody is blaming me. What can I do? ನಾನು ಲಿಫ್ಟ್ ಮೆಕ್ಯಾನಿಕ. हाय अंकल ഹായ് പാർവതി. अंकल ஒரு விஷயம் என்ன விஷயம்? ஐ நோ யூ won't believe me ஆனா இந்த ரெண்டு கண்ணால நான் பார்த்தேன். என்ன பார்த்தாச்சு? 5th ஃப்ளோர்ல கோபால் அங்கிள் இருக்கார்ல, ஆ he was alone in his flat. G9 ஃபிளாட்ல சாந்தி ஆண்டி அந்த டைம்ல எதுக்கு அங்க போகணும்? ഏ? நான் அப்படியே காதை அவங்க வாசல் கிட்ட வச்சு பார்த்தேன். உள்ள ஒரே சிரிப்பு சத்தம். എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടുവാശിൽ നീ കാത ഇപ്പിടി വെച്ച് കേട്ടത്? இது ரொம்ப நாளா நடக்குது அங்கிள். அது மட்டும் இல்ல, டி பிளாக்ல டாக்டர் அங்கிளோட பொண்ணுக்கு டியூஷன் எடுக்க வருவார்ல, கமலஹாசன் மாதிரி ஒரு மாஸ்டர், அவருக்கு அந்த பொண்ணு மேல காதல். இப்ப டியூஷன் நிறுத்தியாச்சு. പാർവതി പോന വാട്ടി നീ എക്സാമൊക്കെ ഫെയിൽ അയച്ച് TV സീരിയലും പാട്ട് കാണലും അല്ലാതെ പുസ്തകം കൈകൊണ്ട് തൊടുന്ന പരിപാടി നിനക്കില്ലാന്ന് ഓൻ പാട്ടി ചൊന്നത് ചുമ്മാതല്ല. ദേ മറ്റുള്ളവരുടെ കാതൽ വിഷയങ്ങൾ അന്വേഷിക്കാതെ ഇപ്രാവശ്യങ്ങളിൽ ഒന്ന് പഠിച്ച് പാസ്സാവാൻ നോക്ക്. ഹ. താമസം. നമ്പ്യാരെ ഒരു ചായ മേടിച്ചോണ്ട് വരണം. അതേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ആ പയ്യനോട് 2 ദിവസം പത്രം ഇടണ്ടെന്ന് പറയാൻ ഞാൻ ഏൽപ്പിച്ചതല്ലേ? ചെയ്തില്ല. ഇന്ന് പാല് മേടിച്ചു വെക്കണമെന്ന് പറഞ്ഞു, അതും ചെയ്തില്ല. അത് വന്ന് രാമു സാർ പാൽക്കാരൻ സൈക്കിളിൽ നിന്ന് വീണു. ഇന്നേക്ക് വരല്ലേ. നോണ, കല്ല് വെച്ച നോണ. ഇയാള് വലിയ സിനിമാ താരാവാൻ നടക്കുന്ന ആളല്ലേ. അപ്പൊ പിന്നെ ഇതൊക്കെ ഓർക്കാൻ എവിടെ നേരം? ആ ചായ എത്രയും പെട്ടെന്ന് കൊടുത്തേക്ക്. പിന്നെ ആ ഗ്യാസ് ഏജൻസിയുടെ നമ്പർ ഇല്ലേ, അവിടെ വിളിച്ചൊരു സിലിണ്ടർ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറയണം. അത്രേ ഉള്ളൂ. ഉഹ്.